ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. വളരെ എളുപ്പമായിട്ട് ചെയ്യുന്നത്. ഏതൊരു ബോട്ടിലും നമുക്ക് വളരെ അനായാസേന ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും അതിൽ നമ്മൾ വരച്ച് കളർ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായിട്ട്, ഇതെന്ന് വെച്ചാൽ 3D എഫക്റ്റ്. ആ ഒരു ബോട്ടിൽ സ്പ്രേ ബോട്ടിലാണ്, വളരെ മനോഹരമായിട്ടൊരു ബോട്ടിലാണ്. അപ്പം ഇതിൽ ക്രാഫ്റ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് കവർ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഞാനൊരു ഗോൾഡ് ഫിഷിനെ വളരെ സിമ്പിളായിട്ടും വളരെ ലളിതമായിട്ടും എളുപ്പത്തിലും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇത് കളർ കൊണ്ട് തന്നെയാണ് ഔട്ട്ലൈൻ ഇട്ട് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഗ്ലാസ്സിലാണ്. അപ്പം സിമ്പിളായിട്ട് ഒരു വെറും ഒരു റാ അല്ലെങ്കിൽ ഒരു സി പോലെ ഷേപ്പിട്ട് അതിൽ വളച്ച് വരച്ചാണ് ഇട്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്. ഈ ഒരു ബോട്ടിലിന് പ്രത്യേകതയുണ്ട്. കണ്ടില്ലേ, ഒരു 3D എഫക്റ്റ്. തിരിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അകലെയായിട്ട് തോന്നും. ആ ഒരു ബോട്ടിലിൻ്റെ പ്രത്യേകതയാണത്. ഇതുപോലത്തെ ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ആരും പാഴാക്കി കളയല്ലേ എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് ഒരുപാട് ഡ്രോയിങ്സോ അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് തന്നെ അറിയണമെന്നില്ല ഇതിലൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ഫിഷുകളോ അല്ലെങ്കിൽ ചെറിയ ബേർഡ് അങ്ങനെയൊക്കെ നമുക്ക് വരച്ച് അതിനെ കളർ ചെയ്ത് മനോഹരമാക്കി നമ്മുടെ ഷോക്കേസുകളിൽ നമുക്ക് തന്നെ അലങ്കരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ലൈൻസുകളും അതുപോലെ ഗ്ലാസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ കളർ ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടെക്സ്ചർ തന്നെ അതിൽ കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗി അതിൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാണ് ഒരുപാട് അകലെയായിട്ട് തോന്നുന്നുണ്ടത്. ഒരു 3D എഫക്റ്റായിട്ട് തന്നെ തോന്നുന്നുണ്ട് ബാക്ക് സൈഡിൽ. അങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്ത് വെക്കാം. അപ്പം വലിയ ബോട്ടിലുകളൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഒരു ബോട്ടിൽ പോലും കളയാതെ സൂക്ഷിച്ച്, ഏത് ബോട്ടിൽ തന്നെ ആയാലും നമുക്കിതുപോലെ ഔട്ട്ലൈൻസുകളിട്ട് മനോഹരമാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ ഗ്ലിറ്റേർഡ് പൗഡർ കിട്ടുന്നുണ്ട്. സിമ്പിളായിട്ട് ഒരു 5 രൂപയോ 10 രൂപയോ എങ്ങാണോ കാണുന്നത്. പക്ഷേ അത് ഇടേണ്ട ഭാഗത്തൊക്കെ നമ്മളത് ഇട്ട് ക്ലിയർ ചെയ്ത വളരെ ഭംഗിയായിട്ട് നല്ല തിളക്കത്തോടെയുള്ള ഓരോ ഐറ്റംസായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതും എൻ്റെ കയ്യിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഓൾറെഡി, അതുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഷെയ്ഡ് ഇട്ടെടുക്കുകയാണ്. വെറും ഓറഞ്ച് കളർ കൊണ്ട് സിമ്പിളായിട്ടല്ലേ, വളരെ സിമ്പിളായിട്ടാണ്. അപ്പം മനോഹരമായിട്ട് നമുക്ക് വേണമെങ്കിൽ അരയന്നോ അങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ട് വൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് അരയന്നത്തിനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ലോട്ടസ് ചെയ്യാം, ഫ്ലവേഴ്സുകൾ ഇതിലൊക്കെ ചെയ്യാം. എനിക്ക് ഈ ഒരു ഫിഷ് ചെയ്യണമെന്ന് തോന്നിയതാണ്. ഇതിൽ വേണമെങ്കിൽ അരയന്നത്തിനെയും ചെയ്യാം, അതും വളരെ മനോഹരമായിരിക്കും. ചെറിയ 2 അരയന്നങ്ങളെ കാണിക്കാം ഇതിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേർഡിനെ കാണിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ ബേർഡ് ഇരിക്കുന്നതായിട്ട് വേണമെങ്കിൽ കണ്ടില്ലേ, സ്ലോപ്പായിട്ട് ഔട്ട്ലൈൻ ഇട്ട് അതിൽ നമുക്ക് വരച്ച് കാണിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ സബ്ജക്റ്റുകൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസുകളിൽ നമുക്ക് വരച്ച് നമ്മുടെ ഒരു അലങ്കാര ഭംഗിയോടുകൂടി നമുക്ക് തന്നെ ചെയ്തെടുത്ത് വയ്ക്കാൻ പറ്റും. ഇതൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതിലും പ്രഷ്യസ് ആയിരിക്കും നമ്മളത് ചെയ്തെടുക്കുമ്പോൾ. ഇതൊക്കെ ചെയ്തതേ ഉള്ളൂ, അപ്പോഴേ അത് കൊണ്ടുപോവുകയും ചെയ്ത് വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട്. ഈ ഒരു അക്ലിക് കളറാണ്. ഒരിക്കലും ഈ ഒരു കളറ് അതിൻ്റെ ആ ഒരു എടുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലിറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും അത് പോവത്തില്ല. നല്ല തിളക്കത്തോടെ നിൽക്കുന്ന ഒരു കളർ, നല്ല മിനുസമായിട്ടുള്ളൊരു കളറാണ് അക്രിലിക് കളർ എന്ന് പറയുന്നത്. അത് ഒരു ബോട്ടിലിന് 25 റുപ്പീസാണ് സെപ്പറേറ്റ് വാങ്ങിച്ചാൽ. അല്ലെങ്കിൽ അത് ഒരുമിച്ച് നമുക്ക് പല റേറ്റിന് വാങ്ങിക്കാൻ കിട്ടും അക്രിലിക് കളർ. അത് വെച്ച് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്ത് മനോഹരമാക്കി ഫ്രീ ടൈമുകളിൽ അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറേ കോൺസെൻട്രേറ്റായിട്ട് അവർ ചെയ്യും. അവരുടെ ശ്രദ്ധ നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റും.
വികൃതികളൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിതിലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതവരുടെ ഒരു ക്രേസായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം കണ്ട് വളരെ സിമ്പിളാണ്. ഓറഞ്ച് കളറിട്ട് ഷെയ്ഡിട്ട് അതിന് ചെറിയ എന്താ പറയുന്ന ആ ഒരു സ്ലിപ്പായി പോകണമെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ആ ഓറഞ്ച് കളറ് കറക്റ്റ്ലി നമ്മളെല്ലാം പേപ്പറിൽ ചെയ്തതൊക്കെ ചെയ്യാതെ എടുക്കാൻ പറ്റത്തില്ല. ഓറഞ്ച് ഇടുമ്പോഴത്തേക്ക് കുറച്ച് സ്ലിപ്പായിട്ട് പോയാലും അതിനൊരു ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു ഗോൾഡൻ ഫിഷിൻ്റെ അറിയാമല്ലോ, വളരെ മനോഹരമായിട്ട് നമുക്ക് കണ്ടിട്ടും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് എത്ര ആസ്വദിച്ചാലും മതി വരാത്തതാണ് ഗോൾഡൻ ഫിഷ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതിൽ പിന്നെ ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഒരു സൈഡിൽ ഷെയ്ഡ് ഇട്ടിരിക്കുന്ന ഓറഞ്ച് പ്ലസ് ഗോൾഡൻ കളർ അതും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഗോൾഡൻ കളർ പ്രത്യേകം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുകൂടാതെ നമുക്ക് ഗ്ലിറ്റേർഡ് പൗഡർ കിട്ടും. ചെറിയ പാക്കറ്റുകളിൽ വെറും 5 rupees മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോട്ടലുകളിൽ നമുക്ക് തന്നെ മനോഹരമാക്കി ചെയ്തെടുക്കാം. അത് ഷെയ്ഡ് ഇട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ഞാൻ ചെയ്തെടുക്കുന്നതാണ്. ഒന്ന് ഡ്രൈ ആയി ഒരു ആദ്യത്തെ ഔട്ട്ലൈൻ 2 പ്രാവശ്യം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ആ ചെയ്തെടുത്ത് തന്നെ ഒന്നും കൂടി നമ്മൾ പ്രസ് ചെയ്താൽ ചിലപ്പോൾ ഇതിന് കളർ പതുക്കെ സ്ലിപ്പായി ഇനി വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ചെയ്യാതെ കണ്ടില്ലേ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് ചെറിയ ഷെയ്ഡോടുകൂടി ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് കണ്ടില്ലേ വളരെ മനോഹരമായിട്ട് ആ ഒരു കണ്ടില്ലേ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു എഫക്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലായിട്ട്. ഇത് സ്പ്രേ ബോട്ടിലാണ്. അത് കഴിഞ്ഞപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള കുറേ നാളായി ഞാൻ ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട്. പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിലിൽ പെട്ടെന്ന് അതൊരു ആർട്ടാക്കി എടുത്തത്. ഇനി ആ ഒരു ബ്ലൂ കളർ ഇട്ട അവിടെ ഇവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും ബ്ലൂ ലൈറ്റ് ആൻഡ് ഡാർക്ക് കണ്ടില്ലേ, ബാക്ക് സൈഡിൽ കണ്ടില്ലേ കറക്റ്റ് ആ ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഫിഷായിട്ട് തന്നെ തോന്നില്ല ദൂരെ നോക്കിയപ്പോൾ. വളരെ മനോഹരമായിട്ട് തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു സ്ട്രോ അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റാൻ പറ്റിയില്ല എങ്കിൽ കൂടിയും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്ത് അവിടെ ഇവിടെ മാത്രമേ ആ ഒരു ബ്ലൂ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എന്ത് നല്ല മനോഹരമായിട്ട് നമുക്ക് ചെറിയ ഒരു ആർട്ടാക്കി അതിലെടുക്കാൻ പറ്റി എന്നുള്ളതാണ് വളരെ